ഹരേ രാമ ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമസ്കാരം. പണത്തിൽ ആറാടാം, തൊട്ടതെല്ലാം പൊന്നാകും. നിങ്ങൾ ഈ നക്ഷത്രക്കാരാണോ? 2025 ജനുവരി 21, അതായത് 1200 മകരം 8 പ്രഭാതം ചൊവ്വ കർക്കിടകത്തിൽ നിന്നും വക്രഗതിയായി മിഥുനത്തിലേക്ക് സഞ്ചരിക്കുന്നു. ഏപ്രിൽ 3, അതായത് മീനം 20 വരെ ഏതാണ്ട് 70 അധികം ദിവസങ്ങൾ ചൊവ്വ മിഥുനം രാശിയിൽ തുടരും. ഈ കാലയളവിൽ ചൊവ്വ പുണർതം നക്ഷത്രത്തിലാണ് സഞ്ചരിക്കുക. അതിനാൽ ഫെബ്രുവരി 26, അതായത് കുംഭം 14 വരെ ചൊവ്വ വക്രഗതിയിൽ സഞ്ചരിക്കുന്നു. തുടർന്ന് നേർഗതിയിലാകും. ബുധന്റെ സ്വക്ഷേത്രമാണ് മിഥുനം രാശി. അതായത് ശത്രുവിൻ്റെ രാശിയിലൂടെയാണ് അടുത്ത 70 ദിവസങ്ങൾ ചൊവ്വ കടന്നു പോകുന്നത്. പാപഗ്രഹങ്ങൾ വക്രഗതിയിലാകുമ്പോൾ ശക്തി വർദ്ധിക്കും എന്നാണ് നിയമം. ശക്തൻ എന്ന് വക്രസഞ്ചാരി ഗ്രഹത്തെ വിളിക്കുന്നു. ഫെബ്രുവരി 26 വരെ ചൊവ്വ വക്രഗതിയിൽ സഞ്ചരിക്കുകയാൽ ചൊവ്വ നൽകുന്ന അനുഭവങ്ങൾ വളരെ ശക്തമായിരിക്കും. നേർഗതിയിൽ സഞ്ചരിക്കുന്ന ഒടുവിലത്തെ 35 ദിവസങ്ങൾ ശത്രുക്ഷേത്രത്തിൽ ആകിയാൽ ചൊവ്വയുടെ ദുർബലത വളരെയധികം വർദ്ധിക്കും. ഭൂമി, വസ്തു, ദേഹബലം, ധൈര്യം, സാഹസികത, സാഹോദര്യം, അഗ്നി, ആയുധങ്ങൾ, ക്രമസമാധാനം, മിലിറ്ററി ഫോഴ്സ്, യുദ്ധം, നേതൃത്വ ഗുണം ഇവയുടെ കാരകൻ ചൊവ്വയാണ്. ഗോചരാലും വ്യക്തിയുടെ ജാതകത്തിലും ചൊവ്വയെക്കൊണ്ട് ഇക്കാര്യങ്ങൾ പരിഗണിക്കുന്നു. ജന്മരാശിയിലും അഥവാ കൂറിലും ജനിച്ച കൂറിൻ്റെ 8, 12 എന്നീ രാശികളിലും സഞ്ചരിക്കുമ്പോൾ ചൊവ്വയുടെ ക്രൗര്യം വർദ്ധിക്കും. ദോഷഫലങ്ങൾക്ക് മുൻതൂക്കമുണ്ടാകുകയും ചെയ്യുന്നതാണ്. ജനിച്ച കൂറിൻ്റെ 3, 6, 11 എന്നീ രാശികളിൽ സഞ്ചരിക്കുമ്പോൾ ഗുണാധിക്യം പ്രതീക്ഷിക്കാം. മറ്റുള്ള 6 ഭാവങ്ങളിൽ ശുഭഫലങ്ങൾ സമ്മിശ്രമായി ചൊവ്വ സമ്മാനിക്കും. മേടക്കൂറ് മുതൽ മീനക്കൂറ് വരെയുള്ള 12 രാശികളിൽ ജനിച്ചവർക്ക് ചൊവ്വയുടെ മിഥുന രാശി സഞ്ചാരം എപ്രകാരമുള്ള സൗഭാഗ്യങ്ങളാണ് ഈ രാശിക്കാർക്ക് സമ്മാനിക്കുക എന്ന് നോക്കാം. ആദ്യം മേടം രാശിക്കാരാണ്. അശ്വതി, ഭരണി, കാർത്തിക 1-ാം പാദം. ഏത് പാപഗ്രഹവും 3, 6, 11 എന്നീ ഭാവങ്ങളിൽ വളരെ ശക്തരാണെന്നും ഗുണാനുഭവങ്ങൾ വളരെയധികം സമ്മാനിക്കുകയും ചെയ്യുന്നതാണ്. പാപഗ്രഹമായ ചൊവ്വ മേടരാശിക്കാരുടെ 3-ാം ഇടമായ മിഥുനം രാശിയിൽ സഞ്ചരിക്കുന്നത് വളരെയധികം ശോഭന ഫലങ്ങളാണ് സമ്മാനിക്കുന്നത്. മേടരാശിയുടെ അധിപൻ കൂടിയാകയാൽ ചൊവ്വയുടെ അനുകൂലത ഇരട്ടി നേട്ടങ്ങളാണ് ഈ രാശിക്കാർക്ക് സമ്മാനിക്കുന്നത്. നിങ്ങളുടെ കർമ്മ മേഖലയിൽ വളരെയധികം ഉയർച്ചയുണ്ടാകും. ജീവിതത്തിന് ദിശാബോധം വന്നു ചേരും. നേതൃത്വ പദവി ശ്രമിക്കാതെ തന്നെ നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ്. അടുക്കും ചിട്ടയും നിങ്ങളുടെ പ്രവൃത്തികളിൽ പ്രതിഫലിക്കും. ശത്രുപക്ഷത്തിനു നേരെ ഉരുക്കു കവചം തീർക്കുവാൻ സാധിക്കുന്നതാണ്. സാമ്പത്തികമായ ഉന്നമനം വളരെയധികം വന്നു ചേരും. വസ്തു വാങ്ങുവാൻ ശ്രമിക്കുന്ന ആളുകൾക്ക് നിങ്ങളുടെ ആഗ്രഹം സാധിക്കുന്നതാണ്. സഹോദരങ്ങളാൽ നിങ്ങൾക്കും നിങ്ങളാൽ സഹോദരങ്ങൾക്കും വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാകും. അമിതമായ ആത്മവിശ്വാസം അല്പം ദോഷകരമാകുവാനും ഇടയുണ്ട്. അടുത്തത് ഇടവം രാശിക്കാരാണ്. കാർത്തിക 2, 3, 4 പാദങ്ങൾ. രോഹിണി, മകയിരം 1, 2 പാദങ്ങൾ. കുജൻ അഥവാ ചൊവ്വ ഇടവരാശിയുടെ 2-ാം ഭാവത്തിൽ സഞ്ചരിക്കുകയാണ്. വാക്ക്, വിദ്യ, കുടുംബം, ധനം തുടങ്ങിയവ 2-ാം ഇടം കൊണ്ട് കണക്കാക്കുന്നു. വാക്കുകൾ പരുഷമാകുവാൻ സാധ്യതയുണ്ട്. തന്മൂലം ശത്രുക്കൾ പെരുകുവാൻ ഇടവരുന്നതാണ്. വാഗ്ദാന ലംഘനങ്ങൾ നഷ്ടങ്ങളും മനക്ലേശവും വരുത്തിവെക്കും. കുടുംബത്തിൽ സുഖവും സമാധാനവും കുറഞ്ഞും കൂടിയുമിരിക്കും. ആഭരണങ്ങൾ കളവ് പോകുവാനോ കളഞ്ഞു പോകുവാനോ ഇടയുണ്ട്. കുട്ടികളുടെ പഠനത്തിൽ മാതാപിതാക്കൾ വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ട സന്ദർഭമാണ്. കടം വാങ്ങി ചെലവ് ചെയ്യുന്ന സാഹചര്യം കഴിവതും ഒഴിവാക്കേണ്ടതാണ്. കാര്യസാധ്യത്തിനായി അലച്ചിലുണ്ടാകുവാൻ ഇടവരും. തൊഴിൽ രംഗത്തെ പുരോഗതി സാമാന്യമാകുന്നതാണ്. അനാവശ്യമായ തിടുക്കം കഴിവതും ഒഴിവാക്കുന്നതാണ് ഉത്തമം. ദൈവിക കാര്യങ്ങൾക്ക് മുടക്കം വരാതിരിക്കുവാൻ വളരെയധികം ശ്രദ്ധിക്കേണ്ട സമയം കൂടിയാണ്. അടുത്തത് മിഥുനം രാശിക്കാരാണ്. മകയിരം 3, 4 പാദങ്ങൾ. തിരുവാതിര, പുണർതം 1, 2, 3 പാദങ്ങൾ.
ജന്മരാശിയിലാണ് ചൊവ്വയുടെ സഞ്ചാരം. ഫെബ്രുവരി അവസാനം വരെ വക്രഗതിയിലും തുടർന്ന് ഏപ്രിൽ 3 വരെ നേർഗതിയിലും ചൊവ്വ തുടരുന്നു. ജനിച്ച കൂറിൽ ചൊവ്വ സഞ്ചരിക്കുന്നത് അനുകൂലമായ ഫലങ്ങൾ സമ്മാനിക്കില്ല. തീരുമാനിച്ച കാര്യങ്ങൾ നീട്ടിവെക്കേണ്ടി വരും. ലഘുത്വം കൊണ്ട് നേടേണ്ട കാര്യങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടുകൾ നേരിടേണ്ട ഒരു സ്ഥിതി വന്നു ചേരും. സ്വാശ്രയ ബിസിനസ്സുകളിൽ അധികം മുതൽ മുടക്കിന് ഈ സമയം ഉചിതമല്ല. ആരോഗ്യപരമായ കാര്യങ്ങളിൽ ഒരു രീതിയിലുമുള്ള അനാവസ്ഥ അരുത്. ക്രയവിക്രയങ്ങളിൽ വളരെയധികം സൂക്ഷ്മത പുലർത്തേണ്ട സമയമാണ്. പ്രത്യേകിച്ചും ഭൂമി വ്യാപാരത്തിൽ വാഹനം, അഗ്നി, ആയുധം, യന്ത്രം ഇവ കൈകാര്യം ചെയ്യുന്നതിൽ വളരെയധികം ജാഗ്രത ആവശ്യമുള്ള സമയമാണ്. സാഹസ കർമ്മങ്ങൾ കഴിവതും ഒഴിവാക്കുകയാണ് ഉത്തമം. നവസംരംഭങ്ങളിൽ നിന്നും പ്രതീക്ഷിച്ച ഒരു പുരോഗതി ഈ സമയം നിങ്ങൾക്ക് വന്നു ചേരില്ല. കഴിവിനനുസരിച്ചുള്ള സ്ഥാനക്കയറ്റം, ശമ്പള വർധനവ് എന്നിവയെല്ലാം വൈകുവാൻ ഇടവരുന്നതാണ്. ഈശ്വര സമർപ്പണങ്ങൾ ഈ കാലഘട്ടത്തിൽ മുടങ്ങാതിരിക്കുവാൻ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്തത് കർക്കിടകം രാശിക്കാരാണ്. പുണർതം 4-ാം പാദം, പൂയം, ആയില്യം. നിങ്ങൾ ജനിച്ച കൂറിൻ്റെ 12-ാം ഭാവത്തിൽ ചൊവ്വ സഞ്ചരിക്കുന്നതിനാൽ താരതമ്യേന പ്രതികൂലമായ ഫലങ്ങൾ വന്നു ചേരുന്നതാണ്. ദൂരദിക്കിലേക്ക് സ്ഥിരമായോ താൽക്കാലികമായോ വ്യക്തിപരമായോ തൊഴിൽപരമായോ മാറേണ്ട ഒരു അവസ്ഥ വന്നു ചേരും. വരവ് കുറയില്ലെങ്കിലും ചെലവ് അല്പം കൂടുന്നതാണ്. സൗഹൃദം കൊണ്ട് ഗുണത്തോടൊപ്പം വളരെയധികം ദോഷങ്ങളും വന്നു ചേരും. ബന്ധുക്കളുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ട് പേര് ചീത്തയാകുവാൻ ഇടയുണ്ട്. സ്വന്തമായി ചെയ്തു പോന്നിരുന്ന തൊഴിലിൽ സമ്മർദ്ദം ഉയരുന്നതാണ്. പൊതുപ്രവർത്തകർക്ക് ശത്രുക്കൾ വളരെയധികം കൂടുന്നതാണ്. രോഗക്ലേശങ്ങൾ അലട്ടുവാനും ഇടവരും. ഭൂമി വ്യാപാരത്തിൽ അബദ്ധം, പിണയും, വീഴ്ച, ചതവ്, ഒടിവ് ഇവ വരാതിരിക്കുവാൻ വളരെയധികം കരുതൽ വേണ്ട സമയമാണ്. രഹസ്യ ശത്രുക്കൾ മൂലം ക്ലേശങ്ങൾ ഭവിക്കുവാൻ ഇടവരും. വിദേശത്ത് ജോലി തേടിപ്പോയ ആളുകൾക്ക് നല്ല അവസരങ്ങൾക്കായി ഇനിയും കാത്തിരിപ്പ് തുടരേണ്ടതാണ്. അടുത്തത് ചിങ്ങം രാശിക്കാരാണ്. മകം, പൂരം, ഉത്രം 1-ാം പാദം. ചൊവ്വ ജന്മരാശിയുടെ 11-ാം ഇടത്തിൽ സഞ്ചരിക്കുന്നതിനാൽ ഗുണപരമായ കാലമാണ്. ന്യായമായ നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു കിട്ടും. മത്സരങ്ങളിലും അഭിമുഖങ്ങളിലും വളരെയധികം വിജയം കൈവരിക്കുവാൻ സാധിക്കുന്നതാണ്. തൊഴിൽ അന്വേഷണങ്ങൾക്ക് സഫലമാകുന്നതാണ്. വ്യവഹാരങ്ങളിൽ അനുകൂല വിധി വന്നു ചേരും. വസ്തുവ്യാപാരം വളരെയധികം ലാഭമുണ്ടാക്കുന്ന സമയമാണ്. സ്വന്തമായി ചെയ്തു പോരുന്ന തൊഴിലിൽ കൂടുതൽ ഉന്മേഷത്തോടെ പ്രവർത്തിക്കുവാനും വളരെയധികം ധനനേട്ടവും ഉണ്ടാകുന്നതാണ്. രാഷ്ട്രീയത്തിൽ വളരെയധികം യശസ്സുണ്ടാകും. രോഗങ്ങളാൽ അലട്ടുന്ന ആളുകൾക്കും വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകൾക്കും ഈ കാലഘട്ടത്തിൽ വളരെയധികം ആശ്വാസം വന്നു ചേരും. കുടുംബജീവിതത്തിലെ പൊരുത്തക്കേടുകളെല്ലാം അനുരഞ്ജനത്തിലേക്ക് എത്തുന്നതാണ്. സഹോദരരിൽ നിന്നും സർവാത്മനായുള്ള സഹകരണം പ്രതീക്ഷിക്കാം. സംഘടനകളിൽ നേതൃത്വ പദവി മത്സരം വിന കൈവരുന്നതാണ്. നിങ്ങളുടെ ശത്രുക്കളുടെ പ്രവർത്തനങ്ങളെ തിരിച്ചറിയുവാനും അവയെ പ്രതിരോധിക്കുവാനും സാധിക്കുന്നതാണ്. സാമ്പത്തികമായി വളരെയധികം ഉന്നമനത്തിലേക്ക് നിങ്ങൾ കുതിക്കും. ലോട്ടറി, ചിട്ടി, നറുക്കെടുപ്പ് ഈ രീതിയിലുമുള്ള അപ്രതീക്ഷിതമായ ധനനേട്ടം വന്നു ചേരും. അടുത്തത് കന്നി രാശിക്കാരാണ്. ഉത്രം 2, 3, 4 പാദങ്ങൾ, അത്തം, ചിത്തിര 1, 2 പാദങ്ങൾ. നിങ്ങളുടെ ജന്മരാശിയുടെ 10-ാം ഭാവത്തിൽ ചൊവ്വ സഞ്ചരിക്കുന്നു. കർമ്മരംഗത്ത് മൗഢ്യവും പ്രയാസങ്ങളും വന്നു ചേരും. കഠിന അധ്വാനം കൂടുന്നതാണ്. എന്നാൽ നിങ്ങളുടെ പ്രയത്നത്തിന് തക്ക പ്രതിഫലം വന്നു ചേരുകയുമില്ല. നിങ്ങളുടെ ബന്ധുകലഹങ്ങളിൽ മധ്യസ്ഥാനത്തിന് മുതിരുന്നത് വളരെയധികം ദോഷഫലങ്ങൾ സമ്മാനിക്കും. മേലധികാരിയുടെ അനിഷ്ടത്തിന് പാത്രമാകുന്നതാണ്. പൊതുസംരംഭങ്ങൾ തുടങ്ങുവാൻ സർക്കാരിൽ നിന്നും മറ്റ് തടസ്സങ്ങൾ വന്നു ചേരും. അലച്ചിലും വഴി നടത്തും വളരെയധികം കൂടുന്നതാണ്. ആരോഗ്യപരമായ ശ്രദ്ധ വളരെയധികം വേണ്ട സമയം കൂടിയാണ്. പാരമ്പര്യ സ്വത്തുക്കളുടെ നിയമവശം, രേഖകൾ എന്നിവ പരിശോധിച്ച് കൈവശം സൂക്ഷിക്കുന്നത് വളരെയധികം ഉചിതമാകും. സഹായ വാഗ്ദാനങ്ങൾ ഒരു രീതിയിലും പ്രയോജനപ്പെടണമെന്നില്ല. കടം വാങ്ങുന്ന സാഹചര്യം വന്നു ചേരും. വായ്പകളുടെ തിരിച്ചടവിന് വളരെയധികം സമ്മർദ്ദമുണ്ടാകുന്നതാണ്. തിടുക്കത്തിലുള്ള തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതിനാൽ വളരെയധികം അബദ്ധം പറ്റുവാനും ഇടയുള്ള സമയമാണ്. അടുത്തത് തുലാം രാശിക്കാരാണ്. ചിത്തിര 3, 4 പാദങ്ങൾ, ചോതി, വിശാഖം 1, 2, 3 പാദങ്ങൾ.
നിങ്ങൾ ജനിച്ച കൂറിൻ്റെ 9-ാം ഇടത്താണ് ചൊവ്വയുടെ സഞ്ചാരം. 9-ാം ഇടം എന്നു പറയുന്നത് ഭാഗ്യസ്ഥാനമാണ്. ഭാഗ്യസ്ഥാനത്ത് പാപഗ്രഹമായ ചൊവ്വ വരികയാൽ വളരെയധികം ഭാഗ്യാനുഭവങ്ങൾ ശിഥിലമാകുവാനോ കുറയുകയോ ചെയ്യാം. സുഗമത പ്രതീക്ഷിച്ച കാര്യനിർവഹണങ്ങൾ വളരെയധികം വിഷമത്തിലാകുന്നതാണ്. ചെറിയ പ്രശ്നങ്ങൾ ചിലപ്പോൾ വലിയ പ്രശ്നങ്ങളാകും. രോഗാവസ്ഥയിലുള്ള ആളുകൾക്ക് ചികിത്സ വൈകിക്കരുത്. 9-ാം ഭാവം ഗുരു, പിതാവ് എന്നിവരെയും സൂചിപ്പിക്കുന്നു. അച്ഛൻ്റെ ഔദ്യോഗിക രംഗത്ത് ഉയർച്ച പതുക്കെയാകും. കൃത്യനിർവഹണത്തിൽ ആലസ്യത്തിനിടയുണ്ട്. സ്വന്തം ബിസിനസ്സിൽ ലാഭം കുറയുന്ന സമയമാണ്. വിവാദങ്ങളിൽ നിന്നും വിട്ടു നിൽക്കുവാൻ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങളുടെ കുടുംബക്ഷേത്രത്തിൻ്റെ ജീർണോദ്ധാരണം ധനക്കമ്മിയാൽ ക്ലേശിക്കുവാൻ ഇടയുണ്ട്. വിദ്യാർത്ഥികളായ ആളുകൾക്ക് ഉപരി വിദ്യാഭ്യാസം സംബന്ധിച്ചുള്ള ആശയക്കുഴപ്പം വന്നുചേരും. ദാമ്പത്യത്തിൽ പിണക്കവും പരിഭവങ്ങളും ആവർത്തിക്കുവാനും ഇടയുള്ള സമയമാണ്. അടുത്തത് വൃശ്ചികം രാശിക്കാരാണ്. വിശാഖം 4-ാം പാദം, അനിഴം തൃക്കേട്ട. വൃശ്ചിക രാശിയുടെ അധിപൻ കൂടിയാണ് ചൊവ്വ. അഷ്ടമ രാശിയിൽ സഞ്ചരിക്കുന്നത് കാര്യതടസ്സങ്ങൾ സമ്മാനിക്കുന്നതാണ്. തീരുമാനങ്ങളെല്ലാം ബുദ്ധിപൂർവം കൈക്കൊള്ളേണ്ട സമയമാണ്. ദുഷ്പ്രേരണകൾ തിരിച്ചറിയപ്പെടണം. കൂട്ടുകെട്ടുകളിൽ വിവേകം പുലർത്തുകയും വേണ്ടതാണ്. സാമ്പത്തികമായി നിങ്ങളെ കബളിപ്പിക്കപ്പെടുവാനും ഇടയുള്ള സമയമായതിനാൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. ഔദ്യോഗികമായി വളരെയധികം അധിക ചുമതലകൾ വന്നു ചേരും. എന്നാൽ അവയിൽ സൂക്ഷിക്കുക എന്ന കാര്യം അത്ര എളുപ്പമാകില്ല. ഒപ്പമുള്ളവർ പരസ്യമായി തന്നെ നിങ്ങളെ പിന്തുണയ്ക്കാം. എന്നാൽ അത് ആത്മാർത്ഥതയുള്ളത് ആയേക്കില്ല. കുടുംബ ചുമതലകളിൽ വീഴ്ച വരുവാൻ ഇടയുണ്ട്. പുതുവാഹനം വാങ്ങുവാൻ അനുഗുണമായ കാലമല്ലെന്ന് ഓർക്കേണ്ടതാണ്. ബിസിനസ്സിൽ വലിയ തോതിൽ പണം മുടക്കിയുള്ള വിപുലീകരണം കൈനഷ്ടം വരുത്തുന്നതാണ്. സാഹസങ്ങൾ ഈ സമയം കഴിവതും ഒഴിവാക്കണം. ആരോഗ്യകാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ട സമയം കൂടിയാണ്. ഉന്നത വ്യക്തികളുടെ വിരോധം സമ്പാദിക്കുവാനും ഈ കാലഘട്ടം ഇടവരുത്തുന്നതാണ്. അടുത്തത് ധനു രാശിക്കാരാണ്. മൂലം, പൂരാടം, ഉത്രാടം 1-ാം പാദം. 7-ാം ഭാവത്തിലാണ് കുജൻ സഞ്ചരിക്കുന്നത്. കൂട്ടുകച്ചവടത്തിൽ സ്വൈര്യം കുറയുന്നതാണ്. നിരന്തര യാത്രകൾ ഉണ്ടാകും. യാത്രാക്ലേശം സാധ്യതയാണ്. അന്യനാട്ടിൽ പോകുവാൻ ഒരുങ്ങിയിരിക്കുന്ന ആളുകൾക്ക് അവസരം വന്നെത്തുന്നതാണ്. പ്രണയിക്കുന്ന ആളുകൾക്കിടയിൽ പിണക്കം വരുവാൻ ഇടയുണ്ട്. ദാമ്പത്യത്തിലും സ്ഥിതി വ്യത്യാസമാകില്ല. സുഹൃത്ത് ബന്ധങ്ങൾ രമ്യത കുറയുന്നതായി അനുഭവപ്പെടും. വിവാഹാലോചനകൾ അവസാന നിമിഷം വേണ്ടെന്ന് വെക്കപ്പെടാം. വായ്പകൾക്കായുള്ള ശ്രമം തുടരേണ്ടി വരും. വിദേശത്ത് കഴിയുന്ന ആളുകൾക്ക് പ്രതീക്ഷിച്ച പുതിയ ജോലി കിട്ടിയേക്കില്ല. ഭൂമി തർക്കങ്ങൾക്ക് പരിഹാരം കിട്ടാതെ വിഷമിക്കേണ്ടി വരും. കച്ചവടക്കാർ അല്പലാഭം പ്രതീക്ഷിച്ചാൽ മതി. ആവശ്യത്തിലധികം ഉൽപ്പന്നങ്ങൾ ശേഖരിക്കുന്നത് ഒരു രീതിയിലും ഗുണകരമാകില്ല. കൈവായ്പകൾ വാങ്ങേണ്ട സ്ഥിതി വന്നു ചേരും. അടുത്തത് മകരം രാശിക്കാരാണ്. ഉത്രാടം 2, 3, 4 പാദങ്ങൾ. തിരുവോണം, അവിട്ടം 1, 2 പാദങ്ങൾ. ഇഷ്ടഭാവമായ 6-ാം ഇടത്തിലാണ് ചൊവ്വ. അതിനാൽ തൊഴിലിടം വളരെയധികം ശാന്തമാകുന്നതാണ്. നിങ്ങൾക്കിതുവരെ ഉണ്ടായിരുന്ന മാനസിക വ്യതകൾക്ക് പരിഹാരമുണ്ടാകും. കർമ്മപരമായി വളരെയധികം മെച്ചം വന്നു ചേരുന്ന സമയമാണ്. നിങ്ങളുടെ അർഹതയ്ക്കനുസരിച്ചുള്ള തൊഴിൽ വന്നു ചേരും. മത്സരങ്ങളിൽ വിജയക്കൊടി പാറിക്കുവാൻ സാധിക്കും. വ്യാപാരികൾക്ക് കച്ചവടത്തിൽ വിപുലനം സാധ്യമാകും. ഉപഭോക്താക്കളുടെ പൂർണ്ണമായ പിന്തുണ വന്നു ചേരും. വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ ലക്ഷ്യബോധം വളരെയധികം വർദ്ധിക്കുന്നതാണ്. സമൂഹത്തിൽ നിങ്ങളുടെ ബഹുമാനം വളരെയധികം വർദ്ധിക്കും. കുടുംബപരമായുള്ള പ്രശ്നങ്ങൾക്ക് സമയോചിതമായ പരിഹാരം കാണുവാൻ സാധിക്കും. ഇളം തലമുറയെയും മുതിർന്നവരെയും ഒരുമിച്ച് നിർത്തുവാൻ സാധിക്കുന്നതാണ്. ദാമ്പത്യ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാവിധ പ്രശ്നങ്ങളും മാറിക്കിട്ടും. സാമ്പത്തികമായി ഒട്ടാകെ സുസ്ഥിരത വന്നു ചേരുന്ന കാലമാണ്. രോഗാവസ്ഥയിലുള്ള ആളുകൾക്ക് ചികിത്സ വളരെയധികം ഫലിക്കുന്നതാണ്. ആത്മവിശ്വാസം വളരെയധികം വർദ്ധിക്കുകയും ചെയ്യുന്നതാണ്. അടുത്തത് കുംഭം രാശിക്കാരാണ്. അവിട്ടം 3, 4 പാദങ്ങൾ. ചതയം, പൂരുരുട്ടാതി 1, 2, 3 പാദങ്ങൾ.
ആറാം ഭാവത്തിലെ അനുകൂലമായ നിലയിലായിരുന്നു ചൊവ്വ. ഇപ്പോൾ മുതൽ അഞ്ചാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് സമ്മിശ്രമായ ഫലങ്ങൾ സമ്മാനിക്കും. നിങ്ങളുടെ നിർബന്ധശീലം മിത്രങ്ങളെപ്പോലും ശത്രുക്കളാകുവാൻ കാരണമാകും. വിട്ടുവീഴ്ചയ്ക്ക് മുതിരാത്തത് കുടുംബത്തിൽ പലതരം പ്രശ്നങ്ങൾ സമ്മാനിക്കുന്നതാണ്. തൊഴിൽ മേഖലയിൽ അവസരങ്ങൾ നഷ്ടപ്പെടാതെ നോക്കേണ്ടതാണ്. ഉദാസീനത പഠിപ്പിനെ ബാധിക്കും. ഏൽപ്പിച്ച ദൗത്യങ്ങൾ നീട്ടിവെക്കുന്നതിനാൽ മേലധികാരിയുടെ അപ്രീതി നേടുന്നതാണ്. പഞ്ചമഭാവം സന്താന സ്ഥാനമാകിയാൽ മകൻ്റെ ശാഠ്യശീലം വളരെയധികം വിഷമിപ്പിക്കും. ധാർമ്മികവും മതപൂർവവുമായ കാര്യങ്ങളിൽ തടസ്സം വരുവാൻ ഇടയുണ്ട്. കരുതി വെച്ചിരുന്ന ധനം മറ്റാവശ്യങ്ങൾക്ക് ചെലവഴിക്കേണ്ടി വരും. എന്നാൽ ധനകാര്യത്തിൽ ഒരു ഉത്കണ്ഠയുടെയും കാര്യമുണ്ടാകില്ല. ഗർഭിണികളുടെ ആരോഗ്യസ്ഥിതിയിൽ വളരെയധികം ജാഗ്രത കാട്ടേണ്ട സമയം കൂടിയാണ്. അടുത്തത് മീനം രാശിക്കാരാണ്. പോരുരുട്ടാതി നാലാം പാദം, ഉത്രട്ടാതി രേവതി. ചൊവ്വ കർക്കിടകം രാശിയിൽ സഞ്ചരിച്ചപ്പോഴെന്ന പോലെ തന്നെ മിഥുനം രാശിയിൽ സഞ്ചരിക്കുമ്പോഴും ഗുണാനുഭവങ്ങൾ കുറയുന്നതാണ്. നിങ്ങളുടെ സുഹൃത്തുക്കളുമായി പിണങ്ങുവാൻ ഇടയുണ്ട്. അകാരണമായ മനക്ലേശം ഉണ്ടാകും. ദേഹസ്വസ്ഥത ഇടയ്ക്കിടെ കുറയും. അയൽക്കാരുമായി വിരോധിക്കുവാനുള്ള സാഹചര്യം വന്നുചേരും. ബന്ധുക്കളുടെ തർക്കങ്ങളിൽ ഇടപെടുന്നത് വളരെയധികം കരുതലോടെ വേണം. സ്വന്തം തീരുമാനങ്ങൾ മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നത് വളരെയധികം പ്രശ്നങ്ങൾ സമ്മാനിക്കും. ധനപരമായി കൃത്യത പുലർത്തുവാൻ ശ്രദ്ധിക്കേണ്ടതാണ്. നാലാം ഇടം വാഹനങ്ങളെ സൂചിപ്പിക്കുന്നു. വാഹനങ്ങൾക്ക് അറ്റകുറ്റപ്പണികൾ വന്നുചേരും. ഗൃഹനിർമ്മാണത്തിൽ വിളംബം ഭവിക്കുന്നതാണ്. വൃദ്ധരായ മാതാപിതാക്കളുടെ ആരോഗ്യ പരിപാലനത്തിൽ ഒരു രീതിയിലുമുള്ള അലംഭാവമരുത്. ഏത് കാര്യവും വളരെയധികം ആലോചനാപൂർവ്വം നടപ്പിൽ വരുത്തുവാൻ വളരെയധികം കരുതൽ കാട്ടേണ്ട സമയമാണ്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാക്ഷവും ഈശ്വരനാമത്താൽ വന്നു ചേരട്ടെ.